നമ്മളിന്ന് നോക്കാവുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. നമ്മുടെ സിലബസിൽ അതുപോലെ തന്നെ കൊടുത്തിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ട്രാവൻകൂറിൻ്റെ പഴയ ഹിസ്റ്ററി, അതായത് മാർത്താണ്ഡവർമ്മ മുതൽ തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ചുള്ളതാണ്. അതിൽ അവസാനം വരുന്ന ആളാണ് സ്വാതി തിരുനാൾ, ശ്രീമൂലം തിരുനാൾ. അവരെയൊക്കെ കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മളിനി പഠിക്കുക. അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ആളാണ് മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ മോഡേൺ ട്രാവൻകൂറിൻ്റെ തുടക്കക്കാരനാണ്. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ 1729 മുതൽ 1758 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. ട്രാവൻകൂർ കിങ്ഡത്തിൻ്റെ അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ പഴയ പേരായിരുന്നു തൃപ്പപ്പൂർ സ്വരൂപം. അയൺ മാൻ ഓഫ് മോഡേൺ ട്രാവൻകൂർ എന്ന പേരിൽ അറിയപ്പെടുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ആയിരുന്നു. മാർത്താണ്ഡവർമ്മ ചെയ്തിരുന്നൊരു പോളിസിയായിരുന്നു ബ്ലഡ് ആൻഡ് റൺ. അതുപോലെ തന്നെ മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം കൽക്കുളം എന്ന സ്ഥലമായിരുന്നു. അതുപോലെ തന്നെ അവരുടെ നെല്ലർ, ട്രാവൻകൂറിൻ്റെ നെല്ലറ അല്ലെങ്കിൽ തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് നഞ്ചിനാടാണ്. അത് തിരുവിതാംകൂർ രാജവംശം ഫോളോ ചെയ്തിരുന്ന നിയമങ്ങൾ, എഴുതി തയ്യാറാക്കിയ നിയമങ്ങളെയാണ് ചട്ടവാരിയോലകൾ എന്ന് പറയുന്നത്. നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന് സ്വന്തമായിട്ട് വിശേഷിപ്പിച്ചത്, ദ പ്രിൻസ് ഓഫ് നെയ്യാറ്റിൻകര എന്ന് സ്വയം വിശേഷിപ്പിച്ച രാജാവാണ് മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങിനെ പറയുന്ന പേരാണ് ഹിരണ്യഗർഭം. ഇങ്ങനൊരു ചടങ്ങ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ്. മോഡേൺ അശോക എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവാണ് മാർത്താണ്ഡവർമ്മ. കായംകുളം എന്ന രാജ്യത്തെ മാർത്താണ്ഡവർമ്മ തോൽപ്പിച്ച യുദ്ധമായിരുന്നു 1746 പുറക്കാട് യുദ്ധം. മാർത്താണ്ഡവർമ്മയുടെ ഫേമസ് ആയിട്ടുള്ള ഒരു മന്ത്രിയാണ് രാമയ്യൻ ദളവ. തിരുവിതാംകൂറിൻ്റെ ഫസ്റ്റ് ദളവയായിരുന്നു രാമയ്യൻ ദളവ. തൃപ്പടിത്താനം ആദ്യമായിട്ട് നടത്തിയത് മാർത്താണ്ഡവർമ്മയാണ്. 1750 ജനുവരി 3 ബുധനാഴ്ച. മാവേലിക്കര ട്രീറ്റി, മാവേലിക്കര കരാറ് ഒപ്പിട്ടിരിക്കുന്നത് മാർത്താണ്ഡവർമ്മയും ഡച്ച് ആർമിയും തമ്മിലാണ്. അത് ഒപ്പിട്ട ദിവസമാണ് 1753 ഓഗസ്റ്റ് 15. മാവേലിക്കര കരാറാണ് കേരളത്തിലുള്ള ഡച്ച് ഭരണം നിർത്താനുള്ള കാരണം. ഇനി മാർത്താണ്ഡവർമ്മ കൊണ്ടുവന്ന വേറൊരു പദ്ധതിയാണ് പതിവ് കണക്ക്. അതായത് ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതിന് കൊടുത്തിരുന്ന പേരാണ് പതിവ് കണക്ക്. അതാദ്യമായിട്ട് കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മിനിസ്റ്ററായിരുന്നു പള്ളിയാടി മല്ലൻ ശങ്കരൻ. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പതിവ് കണക്ക് എന്ന ഒരു പദ്ധതി കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഭയിൽ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട പോയറ്റുകൾ അല്ലെങ്കിൽ എഴുത്തുകാരാണ് രാമപുരത്ത് വാര്യരും കുഞ്ചൻ നമ്പ്യാരും ഒക്കെ. ജന്മി റൂള് അവസാനം കൊണ്ടുവന്നത് മാർത്താണ്ഡവർമ്മയാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ധർമ്മരാജയാണ്. ധർമ്മരാജയുടെ കാലഘട്ടം 1758 മുതൽ 1798 വരെയുള്ള കാലഘട്ടമായിരുന്നു. മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം ധർമ്മരാജയായിരുന്നു ട്രാവൻകൂർ അല്ലെങ്കിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്. ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മയായിരുന്നു. അദ്ദേഹമാണ് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നത്. ഏറ്റവും കൂടുതൽ കാലം തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ് ധർമ്മരാജയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ഒരു പേരാണ് കിഴവൻ രാജ എന്നുള്ളത്. ടിപ്പു സുൽത്താനും ഹൈദരാലിയും പോലുള്ള മൈസൂർ രാജാക്കന്മാർ ട്രാവൻകൂർ ആക്രമിക്കാൻ വന്ന സമയത്ത് ഉണ്ടായിരുന്ന രാജാവാണ് ധർമ്മരാജ.
ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് ധർമ്മരാജ എഴുതിയ കൃതിയായിരുന്നു ബാലരാമഭാരതം. ആദ്യത്തെ തൃപ്പടിത്താനം നടത്തിയത് മാർത്താണ്ഡവർമ്മ 1750 ജനുവരി 3-നായിരുന്നു. രണ്ടാമത്തെ തൃപ്പടിത്താനം നടത്തിയത് ധർമ്മരാജ 1766-ലാണ്. അതുപോലെ തന്നെ ഇനി തിരുവിതാംകൂറിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രി രാജാ കേശവദാസ് ആയിരുന്നു. അദ്ദേഹത്തിന് അതുപോലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ദിവാനും രാജാ കേശവദാസായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ദിവാൻ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്ന പേര് വലിയ ദിവാൻജി എന്നായിരുന്നു. തൃശ്ശൂരിലുള്ള നെടുങ്കോട്ട നിർമ്മിച്ചതും രാജാ കേശവദാസാണ്. ദ ഗവർണർ ജനറൽ ഒരു രാജാ ടു രാജാ കേശവദാസ് എന്ന ടൈറ്റിൽ കൊടുത്തത് ലോർഡ് മോണിങ്ടൺ എന്ന ആളായിരുന്നു. ആലപ്പുഴ ടൗണും ചെറായി ബസാറും ഒക്കെ ഡെവലപ്പ് ചെയ്തത് രാജാ കേശവദാസിൻ്റെ കാലത്താണ്. അദ്ദേഹത്തിൻ്റെ സമകാലികനായ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇതിലുണ്ടായിരുന്ന ഒരു എഴുത്തുകാരനായിരുന്നു ഉണ്ണായി വാര്യർ. ആദ്യത്തെ ധർമ്മരാജയുടെ ആദ്യത്തെ ദളവ എന്നുള്ളത് അയ്യപ്പൻ മാർത്താണ്ഡ പിള്ളയായിരുന്നു. അദ്ദേഹമാണ് വർക്കല ടൗൺ നിർമ്മിച്ചത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ. ഇദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ദിവാനാണ് വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവ ജനിച്ചത് 1765 കന്യാകുമാരിയിൽ കൽക്കുളം എന്ന സ്ഥലത്താണ്. ഇദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം വേലായുധൻ ചെമ്പകരാമൻ എന്നാണ്. 1802-ലാണ് തിരുവിതാംകൂറിൻ്റെ ദിവാനായിട്ട് വേലുത്തമ്പി ദളവ നിയമിതനാവുന്നത്. കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവയാണ്. അത് 1809 ജനുവരി 11-നാണ് നടന്നത്. തിരുവിതാംകൂറിൽ സഞ്ചരിക്കുന്ന കോടതിയും കൊല്ലത്ത് ഹജൂർ കച്ചേരിയും സ്ഥാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. 1809 പത്തനംതിട്ടയിലെ മന്നാടി ടെമ്പിളിൻ്റെ ഭാഗത്താണ് വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത്. അദ്ദേഹത്തിൻ്റെ വാള് സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ട്രിവാൻഡ്രത്തെ നേപ്പിയർ മ്യൂസിയത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു പോസ്റ്റൽ സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ട്. 2010 മെയ് 6-നാണ് അത് പുറത്തിറക്കിയത്. വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത പത്തനംതിട്ടയിലെ മന്നാടി ടെമ്പിൾ ആ സ്ഥലത്ത് തന്നെയാണ് വേലുത്തമ്പി ദളവയ്ക്ക് ഒരു മെമ്മോറിയൽ സ്ഥാപിച്ചിരിക്കുന്നത്. വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം തിരുവിതാംകൂർ ദിവാനായത് ഉമ്മിണിത്തമ്പിയായിരുന്നു. വിഴിഞ്ഞം പോർട്ട് റിന്യൂ ചെയ്തത്, അതുപോലെ തന്നെ ബാലരാമപുരം ടൗൺ നിർമ്മിച്ചത്, തിരുവിതാംകൂർ രാജ്യത്ത് പോലീസ് സേനയെ കൊണ്ടുവന്നത് ഒക്കെ ഉമ്മിണിത്തമ്പി ആയിരുന്നു. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റാണി ഗൗരിലക്ഷ്മി ഭായിയാണ്. 1810 വരെയാണ് അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ രാജാവായിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 1810 മുതൽ 1815 വരെയുള്ള 5 വർഷം റാണി ഗൗരിലക്ഷ്മി ഭായി ആയിരുന്നു ഭരിച്ചിരുന്നത്. ഫസ്റ്റ് വുമൺ റൂളർ ഓഫ് ട്രാവൻകൂറാണ് റാണി ഗൗരിലക്ഷ്മി ഭായ്. റാണി ഗൗരിലക്ഷ്മി ഭായ് ഭരിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിൻ്റെ ബ്രിട്ടീഷ് റെസിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നത് കേണൽ മുൺട്രോ ആയിരുന്നു. ജില്ലാ കോടതികളും ഹസൂർ കച്ചേരികളും ട്രാവൻകൂറിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത് റാണി ഗൗരിലക്ഷ്മി ഭായിയാണ്. സെക്രട്ടേറിയറ്റ് സിസ്റ്റം ആദ്യമായിട്ട് കൊണ്ടുവന്നത് റാണി ഗൗരിലക്ഷ്മി ഭായിയുടെ കാലത്താണ്. അതുപോലെ തന്നെ തിരുവിതാംകൂറിൽ സ്ലേവറി അല്ലെങ്കിൽ അടിമത്തം ഒഴിവാക്കിയത് റാണി ഗൗരിലക്ഷ്മി ഭായിയാണ് 1812. വാക്സിനേഷൻ അതുപോലെയുള്ള അലോപ്പതി ട്രീറ്റ്മെൻറ്റ്സൊക്കെ ട്രാവൻകൂറിൽ കൊണ്ടുവന്ന ആളും റാണി ഗൗരിലക്ഷ്മി ഭായിയാണ്. അപ്പോൾ ഈ 5 കൊല്ലം ഭരിച്ച റാണി ഗൗരിലക്ഷ്മി ഭായിയുടെ തിരുവിതാംകൂറിലേക്കുള്ള സംഭാവനകൾ: ഒന്ന്, ജില്ലാ കോടതികൾ, ഹസൂർ കച്ചേരികൾ കൊണ്ടുവന്നത്, സെക്രട്ടേറിയറ്റ് സിസ്റ്റം, അതുപോലെ തന്നെ അടിമത്തം ഒഴിവാക്കി, വാക്സിനേഷനും അലോപ്പതി ട്രീറ്റ്മെൻറ്റ്സും ഒക്കെ കൊണ്ടുവന്നു. ഇത്രയും കാര്യങ്ങളാണ് റാണി ഗൗരിലക്ഷ്മി ഭായിയുടെ സംഭാവനകൾ.